കർക്കിടകൻ രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് കർക്കിടകൻ രാശിക്കാരെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ജോലിയിലും ജീവിതത്തിലും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചവരാണോ നിങ്ങൾ? ആൾക്കാർ നിങ്ങളെ പുച്ഛിച്ചു തള്ളിയ നിമിഷങ്ങളാണോ നിങ്ങൾ കടന്നുപോയത്? എങ്കിൽ ഓർക്കുക, അതൊക്കെ കഴിഞ്ഞു. ജൂൺ 2-ാം തീയതി വ്യാഴം നിങ്ങളുടെ രാശിയിലേക്ക്, അതായത് കർക്കിടകത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. ഉച്ചസ്ഥനായ വ്യാഴം. ഇത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ചെറിയൊരു മാറ്റമല്ല, ഒരു വലിയ രാജയോഗ കാലമാണ്. ജ്യോതിഷത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് ഗജകേസരി യോഗം. നിങ്ങളുടെ രാശിയധിപനായ ചന്ദ്രനും ഗ്രഹങ്ങളുടെ ഗുരുവായി അറിയപ്പെടുന്ന വ്യാഴവും തമ്മിലുള്ള ഒരു അപൂർവ ഒത്തുചേരലാണിത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു, വ്യാഴം ബുദ്ധിയെയും. ഈ രണ്ട് ശക്തികളും ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പല മടങ്ങ് വർദ്ധിക്കുന്നു. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ആശയക്കുഴപ്പങ്ങൾ മാറി വ്യക്തത കൈവരും. ഏത് പ്രതിസന്ധിയിലും തളരാതെ ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളിലെ ആത്മവിശ്വാസം ഉയരുന്നതിനോടൊപ്പം ചുറ്റുമുള്ളവർക്ക് നിങ്ങളെ ഒരു വഴികാട്ടിയായി തോന്നിത്തുടങ്ങും. ഇനി രാജയോഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിൽ, അതായത് ജന്മരാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുകയാണ്. ഇത് വളരെ ശക്തമായ ഒരു അവസ്ഥയാണ്. കർക്കിടകൻ രാശിയുടെ ഭാഗ്യാധിപനാണ് വ്യാഴം. ഭാഗ്യത്തിന്റെ അധിപൻ തന്നെ നിങ്ങളുടെ രാശിയിൽ വന്ന് രാജാവിനെ പോലെ ഇരിക്കുമ്പോൾ ഭാഗ്യം നിങ്ങളെ തേടി വരികയല്ല, മറിച്ച് ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്തിട്ടും കിട്ടാതെ പോയ അംഗീകാരങ്ങൾ, ജോലിസ്ഥലത്തെ സ്ഥാനക്കയറ്റം, സമൂഹത്തിലെ ഉന്നത പദവികൾ എന്നിവ നിങ്ങളെ തേടി വരും. നിങ്ങളൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയാൽ അത് വിജയിക്കാനുള്ള സാധ്യത 100%. ഇത് കേവലം ഭാഗ്യമല്ല, അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ കുറേ നാളായി എനിക്ക് കിട്ടേണ്ടത് എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് പരാതിപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വർഷം അതിനുള്ള മറുപടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നുവെങ്കിൽ അത് മാറാൻ പോവുകയാണ്. വ്യാഴം നിങ്ങളുടെ രാശിയിൽ നിന്ന് 5-ാം ഭാവമായ, അതായത് വിദ്യാഭ്യാസ സ്ഥാനമായ വൃശ്ചികത്തെ ദൃഷ്ടി ചെയ്യുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് അസാധാരണമായ ബുദ്ധിശക്തിയും ഏകാഗ്രതയും നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്കും PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് ഏറ്റവും മികച്ച സമയമാണ്. അധ്യാപകരിൽ നിന്നും മെന്റർമാരിൽ നിന്നും നിങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ് വ്യാഴത്തിന്റെ ഈ മാറ്റം. വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ അത് ശരീരത്തിന് ഒരു ഹീലിംഗ് എനർജിയാണ് നൽകുന്നത്. ദീർഘകാലമായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായ ശമനമുണ്ടാകും. ശസ്ത്രക്രിയകൾക്കോ വലിയ ചികിത്സകൾക്കോ കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായ സമയം വന്നെത്തിയിരിക്കുന്നു. വ്യാഴം രാശിയിൽ നിൽക്കുമ്പോൾ ശരീരം അല്പം തടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണ കാര്യത്തിൽ അല്പം നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. അമിതമായ മധുരപലഹാരങ്ങളും കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കി വ്യായാമം ശീലമാക്കിയാൽ ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി നിലനിർത്താം. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. ജോലിയിൽ ഡീഗ്രേഡ് ആയവർക്ക് തിരികെ പ്രമോഷൻ ലഭിക്കും. ബിസിനസ്, പ്രത്യേകിച്ച് വാട്ടർ റിലേറ്റഡ് ബിസിനസ്, അതായത് ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, ഓയിൽ ഫീൽഡ്, പാൽ, ലിക്കർ ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഇത് സുവർണകാലമാണ്. ഈ ബിസിനസ്സുകളിൽ അവിശ്വസനീയമായ ലാഭം നിങ്ങൾക്ക് ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ പുതിയ ഉണർവുണ്ടാകും. വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് എത്ര വലിയ തടസ്സമാണെങ്കിൽ പോലും അത് മാറി വിവാഹം നടക്കും. പിണങ്ങിയിരുന്നവർ വീണ്ടും ഒന്നിക്കും. ഈ ഒരു വർഷം കൂടുതൽ അനുഗ്രഹീതമാക്കാൻ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കർക്കിടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രന്റെ ദേവൻ ശിവനാണ്. അതിനാൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറ്റി കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ സഹായിക്കും. വ്യാഴം രാശിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അമിതമായ ഉത്കണ്ഠ വരാൻ സാധ്യതയുണ്ട്. ദിവസവും കുറച്ചു സമയം മൗനമായിരിക്കുകയോ
ധ്യാനിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശക്തിപ്പെടുത്തും. ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കുക. ഉദാഹരണത്തിന് കുടിവെള്ള വിതരണം നടത്തുക. ഇത് നിങ്ങളുടെ രാശിക്ക് വളരെ ഗുണകരമാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ഈ വർഷം ലഭിക്കുന്നത് രാജയോഗമാണ്. അമിതമായി ചിന്തിച്ച് ലഭിക്കാൻ പോകുന്ന ഭാഗ്യത്തെ ഇല്ലാതാക്കരുത്. കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ അനുഭവിച്ച വേദനകളൊക്കെ മറക്കുക. ജൂൺ 2-ാം തീയതി തുടങ്ങുന്ന ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നായിരിക്കും. ജോലിയിലും ബിസിനസ്സിലും കുടുംബത്തിലും നിങ്ങൾ ആഗ്രഹിച്ച ഉയർച്ചകൾ നിങ്ങളെ തേടി വരും. ധൈര്യമായി മുന്നോട്ട് പോവുക. വിജയം ഉറപ്പാണ്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യകാൽഭാഗം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ്. വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാന മാറ്റമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന അമിതമായ സമ്മർദ്ദങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ഒരു വിരാമം വരാൻ പോവുകയാണ്. വ്യാഴം നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക്, അതായത് വ്യയസ്ഥാനത്തേക്ക് നീങ്ങുന്നു. പലരും ഇതിനെ പേടിയോടെയാണ് കാണുന്നത്. എന്നാൽ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്താൽ ഇതൊരു സുവർണാവസരമാക്കി മാറ്റാൻ സാധിക്കും. 12-ാം ഭാവത്തിലെ വ്യാഴത്തെ നമ്മൾ കാണേണ്ടത് വെറും ചിലവുകൾ എന്ന നിലയിലല്ല, മറിച്ച് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിലാണ്. ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപങ്ങൾ വരും കാലത്ത് വലിയ നേട്ടങ്ങൾ തരും. വിദേശത്ത് ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. ഇത് ആത്മീയമായി നിങ്ങൾ വളരുന്ന കാലമാണ്. മനസ്സിലെ അനാവശ്യമായ ഭാരങ്ങൾ ഒഴിഞ്ഞു പോവുകയും കൂടുതൽ ശാന്തത അനുഭവപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് പണം ചിലവാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് അനാവശ്യമായ ചിലവല്ല, മറിച്ച് വീട് പണി, വാഹനം വാങ്ങുക അല്ലെങ്കിൽ സ്വർണം പോലുള്ളവിൽ നിക്ഷേപിക്കുക എന്നിങ്ങനെ ഗുണകരമായ കാര്യങ്ങൾക്കായിരിക്കും. പണം കയ്യിൽ വെക്കാതെ കൃത്യമായ പ്ലാനിങ്ങോടെ നിക്ഷേപിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വിദേശ പഠനം, ഇത് വളരെ മികച്ച വർഷമാണ്. ഗവേഷണ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. ഈ ഒരു വർഷം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. ഉറക്കക്കുറവ് അനുഭവപ്പെടാം. അതിനാൽ ദിവസവും കുറച്ചു സമയം ധ്യാനിക്കാനും ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാനും ശ്രദ്ധിക്കുക. പാദസംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ വരാം, അവഗണിക്കേണ്ടതില്ല. ചിങ്ങം രാശിക്കാർക്കുള്ള പ്രത്യേക പരിഹാരങ്ങൾ ഈ ഒരു വർഷത്തെ ഊർജ്ജസ്വലമായി നിലനിർത്താനുള്ളതാണ്. താഴെ പറയുന്നവ നമുക്ക് ശ്രദ്ധിക്കാം. വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ ഏറ്റവും നല്ല പരിഹാരം ദാനമാണ്. പാവപ്പെട്ടവർക്ക് വസ്ത്രം, ഭക്ഷണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സഹായം നൽകുക. ഇത് നിങ്ങളുടെ കർമ്മഫലങ്ങളെ ലഘൂകരിക്കും. വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. 12-ാം ഭാവം ശയനസുഖം കൂടിയാണ്. അതിനാൽ ഉറങ്ങുന്നതിന് മുൻപ് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് ശീലമാക്കുക. ചിങ്ങൻ രാശിക്കാരെ, ഈ മാറ്റം നിങ്ങളെ തളർത്താനല്ല, മറിച്ച് പഴയ ഭാരങ്ങൾ ഇറക്കി വെച്ച് പുതിയ ഉയരങ്ങളിലേക്ക് പറക്കാൻ നിങ്ങളെ സഹായിക്കാനാണ്. പണത്തെക്കുറിച്ചുള്ള അമിത ഉത്കണ്ഠ ഒഴിവാക്കുക. കൃത്യമായ നിക്ഷേപങ്ങൾ നടത്തുക. ഈ വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ സാമ്പത്തികമായും മാനസികമായും ഒരു പുതിയ വ്യക്തിയായി മാറിയിട്ടുണ്ടായിരിക്കും. കന്നിരാശി. ഉത്രം മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. കന്നിരാശിക്കാർക്ക് ജൂൺ 2 മുതൽ ആരംഭിക്കുന്നത് ഒരു സുവർണ അധ്യായമാണ്. വ്യാഴം നിങ്ങളുടെ രാശിയുടെ 11-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ 11-ാം ഭാവം എന്നാൽ ലാഭസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. 12 വർഷത്തിനു ശേഷം വ്യാഴം ഇവിടെ എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ കഠിനാധ്വാനത്തിനും അർഹമായ പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. നിശ്ചലമായിരുന്ന ബിസിനസ്സുകൾ പച്ചപിടിക്കും. കുടുങ്ങിക്കിടന്ന പണം പലിശ സഹിതം തിരികെ ലഭിക്കാനുള്ള യോഗമുണ്ട്. സ്വന്തമായി ഒരു വീട്, സ്ഥലം അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് സാധ്യമാകും. മക്കളുടെ വിവാഹം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയും. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും നിങ്ങളെ തേടിയെത്തും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. അലങ്കാര വസ്തുക്കൾ ലഭിക്കുന്നതിനും ധനധാന്യ വസ്ത്രാഭരണാദി ലാഭം, നാൽക്കാലി ലാഭം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനും വിവാഹം നടന്നു കിട്ടുന്നതിനും ഇടയാകും. 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനി കാലമാണ്.
എന്നാൽ വ്യാഴം 11ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ ശനിദോഷം ബാധിക്കുന്നില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മികച്ച കാലമാണ്. ഉന്നത പഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലത്തോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വ്യാഴമാറ്റം വലിയ സഹായമാകും. തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരം ലഭിക്കുകയും മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടുകയും ചെയ്യും. ഭാഗ്യകാലമാണെങ്കിലും അമിതമായ ആത്മവിശ്വാസം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും, എങ്കിലും വ്യായാമം ശീലമാക്കുന്നത് ഉന്മേഷം വർദ്ധിപ്പിക്കും. ഈ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇനി പറയുന്ന ചെയ്യുക. നിങ്ങളുടെ രാശിയാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുക. ഔദ്യോഗികമായ കാര്യങ്ങൾക്കോ പ്രധാന ചടങ്ങുകൾക്കോ പോകുമ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരും. വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വാങ്ങി നൽകുന്നത് നിങ്ങളുടെ വ്യാഴപ്രീതി വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാവ്യാഴമാറ്റം വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ്. കഴിഞ്ഞ 12 വർഷത്തെ കാത്തിരിപ്പിന് അറുതി വരുത്തിക്കൊണ്ട് ഭാഗ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുന്ന സമയമാണിത്. സാമ്പത്തികമായി നിങ്ങൾ ഉയരങ്ങളിലെത്തും. കുടുംബത്തിൽ സമാധാനം കൈവരും. ലഭിക്കുന്ന അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത്തരം ഒരു ശുഭകരമായ ഗ്രഹസ്ഥിതി വീണ്ടും വരാൻ വർഷങ്ങൾ എടുത്തേക്കാം. ഈ ഭാഗ്യകാലത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക. നിങ്ങളുടെ പ്രയത്നത്തിനോടൊപ്പം ഈശ്വരകൃപയും കൂടി ചേരുമ്പോൾ കന്നിരാശിക്കാരുടെ ഇനിയുള്ള നാളുകൾ ഐശ്വര്യപൂർണമായിരിക്കും എന്നതിൽ സംശയമില്ല. എല്ലാവർക്കും നല്ലൊരു കാലം ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കന്നിരാശിക്കാരായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ ജ്യോതിഷ തത്വങ്ങളെയും ഗ്രഹമാറ്റങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടണമെന്നില്ല. ഓരോരുത്തരുടെയും ജനന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനവും നടക്കുന്ന ദശാകാലങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാവുന്നതാണ്. വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് സ്വന്തം ജാതകം കൂടി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും.